പക്ഷേ ഇപ്പം കഴിഞ്ഞ പരീക്ഷകൾ, അതായത് LD തിരുവനന്തപുരം ജില്ല, പിന്നെ വന്നത് ഖാദി ബോർഡ് LDC, ഈ രണ്ടിലും ഇംഗ്ലീഷിൻ്റെ ചോദ്യം എങ്ങനെയുള്ളതായിരുന്നു? സത്യത്തിൽ വളരെ സിമ്പിളായിരുന്നു എക്സാമൊക്കെ. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സർഫസ് ലെവൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10ൽ 10 വരെ അടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് കുട്ടികൾ 10ൽ 10 അടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സൈലം ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഫോളോ ചെയ്ത് പോയ ഒരു കുട്ടിക്ക് 10ൽ 10 നേടാൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ആ നോട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മലയാളത്തിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷെ സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു മേഖലയിലേക്ക് ചെല്ലുമ്പോൾ SCERT-യിൽ കാര്യമായിട്ട്, അതായത് ഡെപ്തായിട്ട് SCERT-യിലേക്ക് കടന്നു പോയിട്ടുണ്ട്. കാര്യം സാറിനറിയാലോ, ഇപ്പോൾ മാപ്പിള മലയാളം അല്ലെങ്കിൽ മാപ്പിള സാഹിത്യം, അറബി മലയാള സാഹിത്യമൊക്കെ HSA HSST പരീക്ഷകളിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. നമുക്ക് LD ലെവലിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നത് ഏറ്റവും പഴക്കമുള്ള മാപ്പിളപ്പാട്ട് ഏത്? അത് ഖാസി മുഹമ്മദിന്റെ മുഹീദ്ദീൻ മാലയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഹീദ്ദീൻ മാലയിലെ 4-5 വരികൾ തന്നിട്ട് ഇത് ഏത് കൃതിയിലെ വരികളാണെന്ന് ചോദിച്ചു. പക്ഷെ പിന്നെ നമ്മളിത് തപ്പിച്ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, SCERT ടെക്സ്റ്റിലെയാണ് ഈ വരികൾ. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് SCERT ഇങ്ങനെ അരിച്ചു പെറുക്കിയാലേ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു മാർക്ക് പോലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈലം ചെയ്യുന്നുണ്ട്. SCERT-യുടെ ബാച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. സത്യമായിട്ട് ഇത് ആവശ്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു വാസ്റ്റ് സിലബസ്, LD പോലുള്ള ഒരു പരീക്ഷയ്ക്ക് അത്രയും ഊർജ്ജസ്വലതയോടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളൊക്കെ ഇങ്ങനെ അരിച്ചു പെറുക്കി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ട്, പൊളിക്കും. തീർച്ചയായിട്ടും പൊളിക്കും. പക്ഷെ ഒരു വിഷയം എന്താ വെച്ചാൽ കുട്ടികൾക്കിടയിൽ ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവും. ഇപ്പൊ നിലവിൽ ഈ വർഷമൊക്കെ സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓഡ് നമ്പർ 5 മുതൽ 10 വരെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് 5th 7th 9th മലയാളം ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാറിയ ടെക്സ്റ്റ് വെച്ച് തന്നെ ഇവരെ പഠിപ്പിക്കാം. അപ്പോ നിലവിൽ ഇപ്പൊ 10ാം ക്ലാസ് മാറിയിട്ടില്ല, അതേപോലെ 6th മാറിയിട്ടില്ല. അപ്പൊ മാറിയതിനൊക്കെ അനുസരിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും സൈലം പ്രൊവൈഡ് ചെയ്യാൻ പോവുക. അതായത് SCERT-യുടെ പൾസ് അറിഞ്ഞ് SCERT ചോദ്യം ഇങ്ങനെ വരും എന്നുള്ളത് നോക്കിയിട്ട്, നമുക്കിപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലുമുള്ള ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത രീതിയിലുള്ള പഴുതടച്ച ഒരു പഠനം SCERT ലെവലിൽ പഠിക്കാൻ ഈ ബാച്ച് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒരു വിഷയം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് SCERT-യിൽ നിന്നുള്ള ചോദ്യമാണെങ്കിൽ നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്ത കുട്ടികൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്ന ചാപ്റ്ററിലെ, ഇത്രാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ ഇത്രാമത്തെ പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലായിരിക്കും സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സസും എന്നാണ് പറയുന്നത്. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനായിരുന്നാലും ഇനി SCERT ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ബാച്ച് നിങ്ങൾ അതിന് സഹായിക്കും. അല്ലെ, PSC സിലബസ് ഇടുമ്പോൾ തന്നെ പറയുന്നുണ്ട് SCERT-യിൽ നിന്ന് ചോദ്യം വരും എന്നുള്ളത് തന്നെ സിലബസിൽ തന്നെ അടിയിൽ ഒരു NB ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ എന്താ സാറേ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈലത്തില്? ഈ മാസം 7ാം തീയതി ഓഗസ്റ്റ് 7-ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫീസ് ഒക്കെ അഫോർഡബിൾ അല്ലേ? വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 999 ആണ്. പക്ഷെ 10% ഓഫർ ഉണ്ട്. അങ്ങനെ 8,899 രൂപയ്ക്ക്, അതും ഇത്രയും SCERT ഫുൾ സബ്ജക്ട്സ് പഠിക്കുന്നതിന് വെറും 899 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇപ്പൊ തന്നെ ഈ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒട്ടും സമയം കളയണ്ട മക്കളെ, ഞങ്ങൾ കൂടെ ഉണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഇനി നമുക്ക് SCERT ക്ലാസ്സിൽ കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു.